കേരള സമൂഹത്തെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. അത് ധനകാര്യമന്ത്രി തന്നെ പുറത്തുവിട്ടു. എങ്കിലും ഇനിയും പലരും പുറത്തേക്ക് വരാനുണ്ട്. ഈ വിഷയത്തിൽ MK ഹരിദാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഹരിദാസ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതേയില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ലാത്ത ഒരു സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ജീവനക്കാർ തന്നെ തട്ടിയെടുക്കുന്നു എന്നുള്ളൊരു വാർത്ത. അത്തരം പലവിധ കണക്കുകൾ മുമ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് തെളിവ് സഹിതം പിടിക്കപ്പെടുന്നു. എന്നാൽ പലരെയും മറച്ചു വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും അവരുടെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ബദലായിട്ട് ഒരുപക്ഷെ കൃഷി വകുപ്പ് ഒരു ശക്തമായ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് മാത്രം കഴിയുന്നതാണോ ഈ വിഷയം? ഇതൊക്കെ എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമാണെന്ന്. നിങ്ങൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 6 പേരെ മാറ്റി നിർത്തുക. 6 പേര് സർക്കാരിൽ നയിക്കുന്നവർക്കും സർക്കാരിന്റെ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ളവർക്കും അത്ര വേണ്ടപ്പെട്ടവരായിരിക്കില്ല. അതുകൊണ്ട് ഒരു 6 പേർക്കെതിരെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ നാളെ ഒരു പത്രസമ്മേളനം നടക്കുകയാണ്. ഈ കൃഷി വകുപ്പിൽ മന്ത്രിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പ് മന്ത്രിയുടെ ഒരു പത്രസമ്മേളനം നടക്കുമ്പോൾ 1454 പേര് പൊതുഖജനാവ് കൊള്ളയടിച്ചിട്ട് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ്. അപ്പൊ ഇതിലെ ആർജവത്തിന്റെ പ്രശ്നമൊന്നുമില്ല. പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയവനെ സുരക്ഷയൊരുക്കുന്ന ഈ സർക്കാരാണ് സത്യത്തിൽ ഈ ഇതിന്റെ ഒന്നാം പ്രതിയായിട്ട് നിൽക്കുന്നത്. പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും നിറഞ്ഞൊരു സർക്കാരിന്റെ കീഴിൽ ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുള്ളൂ. ഇതിൽ 1-2 കാര്യങ്ങൾ വളരെയധികം, ഇത് 60 വയസ്സ് കഴിഞ്ഞ ദരിദ്രരും അതിദരിദ്രരുമായവർക്ക് അർഹതപ്പെട്ടതാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. സർവീസിലിരിക്കുന്നവർക്ക് എങ്ങനെയാണ് 60 വയസ്സിന്റെ രേഖകൾ ഹാജരാക്കാൻ സാധിച്ചിരിക്കുന്നത്? അപ്പൊ ഇത് കേവലം നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണത്തിൽ ഒതുക്കുകയും ഇവരിൽ നിന്ന് 18% പലിശയടക്കം അവർ കൈപ്പറ്റിയ തുക തിരിച്ചു വാങ്ങുകയും ചെയ്തിട്ട് അവസാനിപ്പിക്കേണ്ട ഒരു കേസല്ല ഇത്. ഇത് ക്രിമിനൽ കേസാണ്, വിശ്വാസവഞ്ചനയാണ്, അതായത് പൊതുമുതൽ കൊള്ളയടിക്കലാണ്, തട്ടിപ്പാണ്. ഈ ഇത്തരം കേസുകളൊക്കെ നിലനിൽക്കുമ്പോൾ ഇവർക്ക് നേരെ 1454 പേർക്കെതിരെ പോലീസ് ക്രിമിനൽ കേസ് എടുത്തിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിലേക്ക് എത്തിക്കണം. കാരണം എങ്കിലേ ഭാവിയിൽ ഇത്തരത്തിലുള്ള നടപടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഈ സർക്കാർ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോ ശ്രീ ഹരിദാസ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ പെൻഷൻ അർഹരാണോ എന്ന് പരിശോധിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, ഇത് സാങ്ഷൻ ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുണ്ട്, ഈ പെൻഷനുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെ എല്ലാം കണ്ണ് കെട്ടിക്കൊണ്ട് ഇത് നടപ്പിലാകില്ല. അപ്പോ സ്വാഭാവികമായും അതിലൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഇനി അഥവാ പെട്ടുപിടിച്ച ആരെങ്കിലും ഈ പട്ടികയിൽ പെടുന്നുണ്ടെങ്കിൽ പിന്നീടും അവരെ നേരിട്ടറിയാവുന്ന ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥരും ഒക്കെയാണ്. എവിടെയും ഒരു പരിശോധനയും നടന്നിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള അന്വേഷണം കൂടി വേണ്ടേ? തീർച്ചയായിട്ടും ആ രീതിയിലുള്ള അന്വേഷണം വേണം. അതിനു മുമ്പായിട്ട് ഈ ക്ഷേമ പെൻഷൻ അവിഹിതമായി അനർഹമായി കൈപ്പറ്റിയ യോഗ്യന്മാരുടെ പട്ടിക പുറത്തു വന്നു. ഏതേത് ഡിപ്പാർട്ട്മെന്റിൽ ഏത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഏത് കുലദ്രോഹിയാണ് ഇങ്ങനെ അനർഹമായി അവിഹിതമായി പണം കൈപ്പറ്റിയത്? അവരെ നമുക്ക് നാട്ടുകാർക്കൊന്നും അറിയണ്ടേ? അവരെ നമുക്ക് വഴിയിൽ വെച്ച് കാണുമ്പോൾ ഒന്ന് ബഹുമാനിക്കണ്ടേ? ഇല്ലെങ്കിൽ ഒന്ന് കൈകൂപ്പുകയും ചെയ്യണ്ടേ? ആദ്യം അവരുടെ പട്ടിക പുറത്തു വന്നു. പിന്നെ ഇവരുടെ മറ്റേ ഡിപ്പാർട്ട്മെന്റിലായിട്ട് നടപടികൾ. ഒന്നാമത് ഇവരുടെ ശമ്പളത്തിൽ നിന്ന് സംഖ്യ തിരിച്ചു, രണ്ടാമത് അച്ചടക്ക നടപടി, മൂന്നാമത് ഇവരുടെ വലിയ ക്രിമിനൽ കേസ് ചോട്ടും. ഇതാണ് ചെയ്യേണ്ടത്. ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരെ ചമ്മട്ടി കൊണ്ട് അടിച്ച് പുറം പൊട്ടിക്കാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് അതിന് വകുപ്പില്ല, നിയമമില്ല, വ്യവസ്ഥയില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം വേറെ മാർഗമില്ല. ഇതാണ് ചെയ്യേണ്ടത്. അതിന് പകരം സർക്കാർ 2-3 പേർക്ക് ഫോക്കസ് നോട്ടീസ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ത്യാഗമൊന്നുമല്ല. അതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ട്രിക്ക് മാത്രമാണ്. ജയശങ്കർ, ഇതിനകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളന്ന് അന്വേഷിക്കുമ്പോൾ ഒരു സർക്കാർ വകുപ്പിൽ നിന്ന് കിട്ടുന്ന മറുപടി ഒരുപക്ഷെ ഏതെങ്കിലും 1-2 പേർ മാത്രമായിരിക്കും. കുറച്ച് ഭിന്നശേഷിക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരറിയാതെ ഉൾപ്പെട്ടതാണ്, അവർക്ക് ആദ്യമേ സർക്കാർ ജോലി ഇല്ലായിരുന്നു എന്ന്. എന്നാൽ അതിനപ്പുറം അവരെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ മേഖലയിൽ സർക്കാർ ജീവനക്കാർ തന്നെ ഇത്തരം ഒരു കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നതിന്റെ ഒരു പരിണിത ഫലമല്ലേ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതല്ല? തീർച്ചയായിട്ടും അത് ഗസറ്റ് ഓഫീസർമാർ വരെ ഇങ്ങനെ അവിഹിതമായിട്ട് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് എങ്ങനെ ന്യായീകരിക്കാം? ആദ്യം ഗസറ്റ് ഓഫീസർമാർ പട്ടിക പുറത്തു വിട്ടെ, അത് കഴിഞ്ഞിട്ട് എൻജിഒമാരുടെ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വേണോ വേണ്ടത് നമുക്ക് എന്നിട്ട് ആലോചിക്കാം. ശ്രീ ഹരിദാസ്, നോക്കൂ, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം വിശദമായ ചർച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് പോലും ഇത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ പദ്ധതി രാജ്യം മുഴുവൻ അറിയുന്ന, രാജ്യത്ത് വേറെ എവിടെയും ഇത്രയധികം പണം കൊടുക്കാത്ത, സംസ്ഥാന സർക്കാർ കേന്ദ്രം
ശരിയാണ്, ഏറെക്കുറെ വലിയ തോതിൽ പണത്തിന് ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് പോലും മുണ്ട് മുറുക്കി എടുത്ത് ഇല്ലാത്തവരിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടി നൽകുന്ന നമ്മുടെ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയൊക്കെ തന്നെയാണ്. പക്ഷെ അതിനെ കരിവാരിത്തേക്കാനുള്ള ഉദ്യമം എന്ന രീതിയിൽ കൂടി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോ കർശനമായ നടപടി ഈ 1451 പേർക്കെതിരെയും അവർക്ക് കൂട്ടുനിന്ന കോട്ടക്കൽ നഗരസഭയിലെ ആളുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കർശനമായ നടപടി വേണ്ടേ? കൃഷി വകുപ്പിനെ മറ്റ് വകുപ്പുകൾ കൂടി മാതൃകയാക്കണ്ടേ? ശ്രീ ഹരിദാസ് കേൾക്കാമോ? എന്നോടാണോ? തീർച്ചയായിട്ടും അതെ, ഞാൻ അങ്ങയോടാ. ജയശങ്കറിനോടാണെന്ന് വിചാരിച്ചു. നോക്കൂ, 1454 51 പേര് തട്ടിപ്പിനെ ഇത്തരത്തിലൊരു ഗൂഢമായി ഇതിന് കുറച്ച് ഗൂഢാലോചനയുടെ പേരിലുള്ള തട്ടിപ്പാണ്. ഇവർക്ക് ഈ പൈസ കിട്ടുമ്പോൾ ഇവർക്ക് ഈ രേഖകൾ തയ്യാറാക്കി കൊടുത്തവർക്ക് ഇതിന്റെ ഷെയർ കൃത്യമായിട്ട് മാസാമാസം ചെല്ലുന്നു എന്നുള്ളതോ വർഷത്തിൽ കണക്ക് കൂട്ടി ചെല്ലുന്നുണ്ട് എന്നുള്ളതോ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊരു വലിയ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന കണ്ടെത്താൻ വേണ്ടിയിട്ട് സർക്കാർ തീർച്ചയായിട്ടും സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. ഇതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ കോട്ടക്കൽ നഗരസഭയുടെ കാര്യം മാധു പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഇതൊക്കെ ഒരാഴ്ച 2 ആഴ്ച നിങ്ങൾ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്വേഷണവും എവിടെയും ചെന്ന് എത്താൻ പോകുന്നില്ല. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1454 ഇഡിയറ്റ്സുകളുടെ പേർ വിവരം വെളിപ്പെടുത്താനും അവർക്ക് നാട്ടിൽ തലയുയർത്തി നടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാവണം. ഒരിക്കലും സർക്കാർ തയ്യാറാവില്ല. കാരണം ഈ 1454 പേരും സർക്കാരിന്റെ കീഴിലുള്ള സർക്കാരിന്റെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെയോ CPI എന്ന് പറയുന്ന പാർട്ടിയുടെയോ ട്രേഡ് യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരായ പിന്നീട് അത് എന്തുണ്ടാകാൻ പോകുന്നത്? അത് ചാരം മൂടിപ്പോകും. ഒന്നും ഇവിടെ സംഭവിക്കില്ല. ഇവരൊക്കെ വീണ്ടും ഇത്തരം തട്ടിപ്പുകൾക്ക് മുതിരുകയും ആ തട്ടിപ്പുകൾ തുടരുകയും ചെയ്യും. മാധുരി കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ട്രഷറിയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് 14 ട്രഷറികളിൽ നിന്നായിട്ട് 28 ജീവനക്കാർ 1,02,00,000 രൂപ തട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രഷറി എന്ന് പറഞ്ഞാൽ എത്ര സുരക്ഷിതമായിട്ട് പണം നിക്ഷേപിക്കുകയും പണം സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ്. ആധുനിക കാലഘട്ടത്തിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഇത്രയൊക്കെ മുൻപോട്ട് പോയിട്ട് ഒരു ട്രഷറിയിൽ നിന്ന് നമ്മുടെയൊക്കെ നിക്ഷേപങ്ങളും നമ്മുടെയൊക്കെ നികുതി പണങ്ങളും തട്ടിയെടുക്കാൻ സർക്കാർ ജീവനക്കാർ തയ്യാറായി എന്ന് പറഞ്ഞിട്ടുള്ള ആ 1,02,00,000 നാളിതുവരെ പിടിച്ചെടുത്തിട്ടുള്ളത് 17 ലക്ഷം രൂപയാണെന്നാണ് വിവരാവകാശ നിയമപ്രകാരം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ട്രഷറിയിൽ നിന്ന് മാറ്റിയ പണം പോലും തിരിച്ചെടുക്കാൻ കഴിയാത്ത ഈ ഒരു സാഹചര്യത്തില് ഈ 1454 പേർക്കെതിരെയും ഈ സർക്കാർ ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല. ഇത്തരത്തിൽ നമ്മൾ പറയും ഈ വെടിക്കെട്ട് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അവിടെ 1-2 പടക്കങ്ങളൊക്കെ കൂട്ടാറുള്ളതിന് ടും എന്ന് പറഞ്ഞിട്ട് അതുമാതിരി ഇനിയിപ്പോ വേറൊരു വകുപ്പിൽ നിന്ന് ഒരു 3 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസും അവരിൽ നിന്ന് പൈസ തിരിച്ചു പിടിക്കാനുള്ള നടപടികളും ചെയ്യും. അങ്ങനെ ഇവർക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളിൽ നിന്ന് ഈ പൈസ തിരിച്ചു പിടിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും എന്നല്ലാതെ സർക്കാരിന് താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ ഈ കാര്യത്തിൽ ശിക്ഷിക്കപ്പെടില്ല. തീർച്ചയായിട്ടും ഹരിദാസ്, തീർച്ചയായിട്ടും ഇപ്പോൾ